ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വേനൽക്കാലം ഇങ്ങനെ കടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കറി വെക്കാൻ പറിച്ചു വെച്ചിട്ടുള്ള ഒരു പപ്പായ ആയിരുന്നു. അത് വീട്ടിലിരുന്ന് ചെനച്ച് നന്നായിട്ട് പഴുത്തു. എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കളയണ്ട, നമുക്കിത് വെച്ചിട്ട് എന്താ പറയുക, ഒരു ടിപ്സ് അങ്ങോട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് മുഖത്ത് പാക്ക് ഇട്ടാലും നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡസ്റ്റും കാര്യങ്ങളും വിയർപ്പും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലും ഇനി വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്ത് നടക്കും. അപ്പോൾ നമ്മൾ കഴുകി നന്നായിട്ട് പ്രിപ്പയർഡായി വയ്ക്കുക. നമ്മുടെ ഐലൈനർ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഐലൈനർ പോയിട്ടൊന്നുമില്ല കേട്ടോ. അതിന് ശേഷത്തെ നമ്മുടെ പപ്പായ ഞാൻ നല്ല ക്ലീനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ നമ്മുടെ എന്താ പറയുക, ഫേസൊക്കെ കഴുകി നമ്മൾ നീറ്റാക്കി വെച്ചിട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കാണിക്കുക. അപ്പോൾ മസാജ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾ ചെയ്ത് തരുമ്പോൾ 2 കൈക്കാണ് ചെയ്ത് തരിക. ഇതിപ്പം ഷൂട്ട് ചെയ്യേണ്ടതും കൂടെ കൊണ്ട് നമ്മൾ ക്യാമറമാനും എഡിറ്റിങ് ഡബ്ബിങ്ങും എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണം. അപ്പോൾ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് വിരൽ തുമ്പിലാക്കിയാൽ മതി, കൈ നിറയെ ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ വിരലിൻ്റെ തുമ്പ് കൊണ്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ട് ചെയ്യുക. ഈ ചുണ്ടിൻ്റെ താഴെയും മുകളിലും ഇങ്ങനെ തന്നെ നമ്മൾ വിരലുകൊണ്ട് ചെറുതായിട്ട് മസാജ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ചുണ്ട് കൂട്ടി പിടിക്കുന്നത് നമ്മുടെ ഫേസ്, ഉരുണ്ട ഫേസുള്ളവർക്ക് നല്ലൊരു ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെറിയ ചെറിയ ടിപ്സ് കൊണ്ട് നമുക്കറിയാവുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇനി പപ്പായ കെട്ടിക്കഴിഞ്ഞാൽ കളയരുത്, പഴുത്തു പോയി എന്ന് പറഞ്ഞ് കളയരുത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു നുറുക്ക് വിദ്യകളൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.